വഖഫുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായില്ല, അതെന്ന് പരിഹരിക്കുമെന്ന് അറിയില്ല. പക്ഷേ ഉത്തർപ്രദേശിൽ വഖഫുകാർക്ക് നിന്ന് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഉത്തർപ്രദേശിലെ വഖഫിൻ്റെ തലവേദനയെല്ലാം പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വഖഫ് നാട്ടുകാരുടെ അല്ല, പിന്നെ വഖഫിനെ ഇപ്പോൾ തലവേദന. വഖഫിന് സിനു പറഞ്ഞ കാരണം നിന്ന് പഴയ്ക്കാന്ന് പറഞ്ഞില്ല. പഴയ കൊടിയേറ്റം സിനിമയെ പറയുന്ന പോലെ ഗോപി വയ്ക്കുന്നില്ലേ, നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ ഞാനൊന്ന് തിരിച്ചടിക്കാനെന്ന് പറഞ്ഞ പോലെ വഖഫ് എയറിലാണ്. ഓരോ ദിവസവും യോഗി ആദിത്യനാഥ് ചവിട്ടിക്കൂട്ടി അടിച്ച് എയറിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ നോക്കൂ. യോഗിക്ക് ഇത്രയും കലിപ്പ് വന്നത് കുംഭമേള നടക്കുന്നു, പ്രയാഗ്രാജും വാരണാസിയും വഖഫിൻ്റെ ആണെന്ന് വഖഫ് പറഞ്ഞു. ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു സ്ഥലമാണ് അല്ലേ? അവിടെ വഖഫാണ്, വഖഫിൻ്റെ ഭൂമിയാണ്, അവിടെ കുംഭമേള നടക്കരുതെന്ന് പറഞ്ഞ് കടലാസ് എഴുതി യോഗിക്ക് തന്നെ കൊടുത്തു. സുപ്രീം കോടതി കേസിന് പോകുമെന്ന് പറഞ്ഞു. അതോടുകൂടി എന്നാൽ പിന്നെ വഖഫിൻ്റെ പണിക്കുറ്റം അങ്ങ് തീർത്തേക്കാന്ന് യോഗി തീരുമാനിച്ചു. പറഞ്ഞു വഖഫിനെ എടുത്ത് അറബിക്കടലിൽ കളയുമെന്ന് യോഗി പറഞ്ഞു. യോഗി എന്താ ചെയ്യുന്നത്? ഒന്ന്, ഭൂമി മുഴുവൻ അളക്കാൻ പറഞ്ഞു. വഖഫിൻ്റെ ഭൂമി മുഴുവൻ അളക്കാൻ പറഞ്ഞു. ഉദയപ്രതാപ് കോളേജിൻ്റെ അവകാശം പറഞ്ഞിട്ട് വന്നു. ആള് പിള്ളേരോട് പോയി അങ്ങ് പള്ളി വളയാൻ പറഞ്ഞു. മോസ്ക് മസ്ജിദ് വളഞ്ഞ് ആളുകൾ സമരം ചെയ്തു. ഇനി ഒരു ഒറ്റ വെള്ളിയാഴ്ചയും പള്ളികളിൽ പ്രാർത്ഥന നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം വഖഫ് ബോർഡ് ഞങ്ങളുടെ അവകാശവാദം പിൻവലിക്കുന്നു എന്നാവശ്യപ്പെട്ട് കത്ത് കൊടുത്തു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. 24 മണിക്കൂർ വേണ്ടി വന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് സംബാൽ വലിയ പ്രശ്നമാണല്ലോ. സംബാൽ അവിടെ ഹരിഹർ മന്ദിർ എന്ന് പറയുന്ന പൗരാണികമായ അമ്പലം പൊളിച്ചിട്ടാണ് സംബൽ മോസ്ക് ഉണ്ടാക്കിയതാണ് ആക്ഷേപം. അതിൻ്റെ തെളിവുകളുണ്ട്. അത് മാത്രമല്ല, ആ സംബൽ മസ്ജിദ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥയിലുള്ളതാണ്. അത് കുറേ ആളുകൾ കയ്യേറി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASIനെ അതിനകത്ത് കയറ്റുന്നില്ല. അവിടെ സർവേ നടത്താൻ പറഞ്ഞു. സർവേ നടത്തിയപ്പോൾ അത് അമ്പലം പൊളിച്ചിട്ടുണ്ടാക്കി തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ യോഗി കഴിഞ്ഞ ദിവസം ആജ് തക്കിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, സംബൽ എന്ന് പറയുന്നത് ഹിന്ദുമത വിശ്വാസപ്രകാരം കൽക്കി അവതാരം ഉണ്ടാകും എന്ന് പറയുന്ന സ്ഥലമാണ് സംബൽ. ഈ സംബലിൽ ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 48% ഹിന്ദുക്കളുണ്ടായിരുന്നു. ആ ഹിന്ദുക്കളെ 78-ൽ ഒരു കൂട്ടക്കൊല നടത്തി 186 പേരെ കൊന്ന് ആളുകളെ അവിടെ നിന്ന് ഓടിച്ചതിന് ശേഷം അവിടുത്തെ പ്രദേശങ്ങൾ മുഴുവൻ ഹിന്ദുക്കളുടെ വീട്, ആരാധനാലയങ്ങളെല്ലാം ഇവർ മണ്ണിട്ട് മൂടുകയും സ്വന്തമാക്കി കെട്ടിമറച്ചെടുക്കുകയും ചെയ്തു. അവിടെ വ്യാപകമായി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ അവിടെ വ്യാപകമായി ഉത്തർപ്രദേശ് ഇലക്ട്രിസിറ്റി ബോർഡിനെ കബളിപ്പിച്ച് വൈദ്യുതി മോഷണം നടക്കുന്നു. അന്വേഷണം തുടങ്ങി ചെന്നിട്ട് ഇപ്പം നടക്കുന്നത് അവിടെ ഭൂമി കുഴിക്കലാണ്. കുഴിച്ചെടുക്കുമ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് വലിയ കെട്ടിടങ്ങൾ കിട്ടുന്നു, ക്ഷേത്രങ്ങൾ കിട്ടുന്നു. ഇപ്പോൾ ഒരു വലിയ സ്റ്റെപ്പ് വെല്ല് കണ്ടുപിടിച്ചു. എന്ന് പറഞ്ഞാൽ പടികളുള്ള ഒരു വലിയ കിണർ. ആ കിണർ ക്ഷേത്രത്തിൻ്റെയാണ്. ഇവർ ഹിന്ദുക്കളെ 78-ൽ ഓടിച്ചതിന് ശേഷം മണ്ണിട്ട് നികത്തി കളഞ്ഞു. ആ സ്റ്റെപ്പല്ല, കുളം, കിണർ, സ്റ്റെപ്പുകളുള്ള കിണർ. നമ്മുടെ നാട്ടിലൊക്കെ വലിയ അമ്പലക്കുളം എന്ന് പറയുന്ന പോലെയുള്ള കിണറാണ്. അതിപ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് എടുത്തപ്പോൾ അതിൻ്റെ സ്റ്റെപ്പിന് മീതെ പല വീടുകളിരിക്കുക. വീടെല്ലാം കഴിഞ്ഞ ദിവസം പൊളിച്ചു കളഞ്ഞു. വീടെല്ലാം പൊളിച്ചു കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടുത്തെ ലിസ്റ്റ് വന്നത്. അവിടുത്തെ പോലീസ് സ്റ്റേഷൻ, ആശുപത്രി ഇതെല്ലാം വഖഫിൻ്റെ ആണെന്ന് എന്ന് കാണിച്ച് വഖഫ് നോട്ടീസ് കൊടുത്തിരിക്കുക. എന്നാൽ പിന്നെ ആ നോട്ടീസ് ഒന്ന് കാണട്ടെ. ഇത് യോഗി തീരുമാനിച്ചു. അവിടെ വഖഫിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ സ്ഥലങ്ങളെല്ലാം പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇന്നലെ SDM സംബലിലെ SDM വന്ദന മിശ്ര സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം അവിടുത്തെ താനേവാലി മസ്ജിദിന് നോട്ടീസ് കൊടുത്തു. മസ്ജിദിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ മുഴുവൻ മസ്ജിദ് വഖഫാണെന്ന് പറഞ്ഞ് കൈവശം വെച്ചിരിക്കുക. പള്ളിക്ക് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ വഖഫാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മുസ്ലിം പള്ളിയോട് ചേർന്ന് ഒരു ഖബർസ്ഥാൻ ഉണ്ടെങ്കിൽ, അതായത് ശ്മശാനമുണ്ടെങ്കിൽ, ശ്മശാനത്തിൻ്റെ മതിലിന് പുറത്തുള്ള സ്ഥലം വഖഫിൻ്റെയാണ്. സാധാരണ മതിൽ കെട്ടിയാൽ മതിലിനകത്തുള്ളതാണ്. ഇത് പുറത്തുള്ള സ്ഥലം വഖഫിൻ്റെ ആണെന്നാണ് നിയമത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഉദയപ്രതാപ് കോളേജ് എന്നുള്ള 1905 ഉണ്ടാക്കിയ കോളേജ് അവർ അവകാശപ്പെട്ടത്. കാരണം അതിന് പുറത്ത് ചേർന്നിട്ടൊരു മുസ്ലിം സൂഫി വരി എന്ന കല്ലറയുണ്ട്. അതുകൊണ്ട് അതിനൊരു മതിലുമുണ്ട്. അതുകൊണ്ട് മതിലിന് പുറത്തുള്ള കോളേജ് ഞങ്ങളുടെയാണ്. എന്തൊരു ഊള നിയമമാണല്ലേ! ഇത് കോൺഗ്രസ് പാസ്സാക്കി കൊടുത്താണ്. പക്ഷേ യോഗി വളരെ പെട്ടെന്ന് ഉടൻ നടപടിയാണ്. നോക്കൂ, എന്നിട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ താനേവാലി മസ്ജിദുകാരെ അവരുടെ പള്ളിയോട് ചേർന്നുള്ള സ്ഥലം മുഴുവൻ ഇവർ വഖഫാന്ന് പറഞ്ഞ് പിടിച്ചെടുത്തിട്ട് അവിടെ കുറേ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത് വാടകയ്ക്ക് കൊടുത്തിട്ട് ലക്ഷക്കണക്കിന് രൂപ വർഷങ്ങളായി വാടക പിരിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ SDM നോട്ടീസ് കൊടുത്തു. ഇന്നലെ വൈകുന്നേരം 3 മണിക്ക്
നോട്ടീസ് കൊടുത്തു. വന്ദന മിശ്ര നോട്ടീസ് കൊടുത്തിട്ട് പറഞ്ഞു ഇത് സർക്കാർ ഭൂമിയാണ്, 24 മണിക്കൂറിനാവും എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം 3 മണിയാകുമ്പോൾ 24 മണിക്കൂർ പൂർത്തിയാവും. ഒഴിഞ്ഞിരിക്കണം, ഒഴിഞ്ഞില്ലെങ്കിൽ പൊളിക്കും. ബുൾഡോസറുകൾ കൊണ്ടുവന്ന് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നോട്ടീസ് കൊടുക്കുന്ന കൂട്ടത്തിൽ ബുൾഡോസറിന് പോകാൻ വിളിച്ചുകൊണ്ട് വരാൻ വിളിക്കാൻ വേറെ കാത്തിരിക്കാനും നേരമൊന്നുമില്ല. ബുൾഡോസർ നേരത്തെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ് സമ്പലിൽ. ഈ താനേവാലി മസ്ജിദുകാർ അവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയ പോലീസ് സ്റ്റേഷനാണ് കോട്ട്വാലി പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ വഖഫിൻ്റെ ആണെന്ന് അവർ പറയുന്നത്. ഈ മസ്ജിദുകാർ ആ മസ്ജിദിന് മുന്നിൽ ഇന്നലെ വൈകുന്നേരം 3 മണി മുതൽ 1 ഡസനോളം ബുൾഡോസറുകളും ടിപ്പർ ലോറികളും ഈ ഡെറിപ്സ് പൊളിച്ചു കളയുന്ന സാധനങ്ങൾ മാറ്റാനുള്ള ലോറികളും വന്ന് പാർക്ക് ചെയ്തിരിക്കുന്നു. 3 മണിക്ക് നോട്ടീസ് കൊടുത്തു. ഇന്ന് വൈകുന്നേരം 3 മണിയാകുമ്പോഴത്തേക്ക് 24 മണിക്കൂർ പൂർത്തിയാവും. 24 മണിക്കൂറിനകം ഒഴിഞ്ഞില്ലെങ്കിൽ പൊളിച്ചു മാറ്റും എന്നാണ് നോട്ടീസിൽ പറയുന്നത്. അപ്പോൾ പള്ളി കമ്മിറ്റിക്കാർ പറയുന്നത് ഇത് വലിയ കഷ്ടമാണ്, ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം തരണം, ഞങ്ങൾക്ക് കോടതിയിൽ പോകാൻ പോലും നേരെയില്ല. പക്ഷേ സർക്കാർ പറയുന്നത് എന്തിനു കോടതി പോകുന്നു? കോടതി പറഞ്ഞിട്ടുണ്ട് അനധികൃത കയ്യേറ്റമുണ്ടെങ്കിൽ, സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ മുഴുവൻ പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോടതി പോകേണ്ട. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് സർക്കാർ ഭൂമിയിലെ എൻക്രോച്ച്മെൻറ്റ്, ഇൻലീഗൽ കൺസ്ട്രക്ഷൻസ് ഇത് പൊളിക്കാനായിട്ട് ഒരു വിലക്കുമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ എന്താ? പേടിയാണ്. അല്ല, നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞത് സുപ്രീം കോടതി യോഗിയുടെ ബുൾഡോസർ രാജിനെ അവസാനിപ്പിച്ചിരിക്കുന്നു, ഒന്നും പൊളിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അങ്ങനല്ലല്ലോ. നമ്മൾ പറഞ്ഞില്ലേ ഗുജറാത്തിൽ ദ്വാരകയിൽ അതെ പൊളിച്ചു കളഞ്ഞു, ദർഗ പൊളിച്ച് കടലിൽ കളഞ്ഞു. അപ്പോൾ ആർജവമുള്ള ഭരണാധികാരി ഒരു സംസ്ഥാനം ഭരിച്ചാൽ ഈ തെറ്റായ നിയമങ്ങൾക്കെതിരെ സർക്കാരിൻ്റെ നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ പറ്റും അല്ലേ? സർക്കാരിൻ്റെ നിയമമല്ല, രാജ്യത്തെ നിയമങ്ങൾ. അതെ, രാജ്യത്തെ നിയമം. സംസ്ഥാനത്ത് നടപ്പാക്കേണ്ട രീതിയിൽ അത് നടപ്പാക്കുന്നല്ലോ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കുറെ കാലം മുമ്പ് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന സമയത്ത് ഈ ഇടുക്കിയിലൊരു മലയിൽ ഒരു സ്റ്റീൽ കൊണ്ട് കുരിശുണ്ടാക്കി വെച്ചിരുന്നു അല്ലേ? അതെ അതെ. നിയമവിരുദ്ധമാണ്, പൊതുസ്ഥലത്താണെന്ന് പറഞ്ഞ് അന്നത്തെ ഡെപ്യൂട്ടി കളക്ടർ പിന്നീട് അദ്ദേഹം കളക്ടറായി, അത് പൊളിച്ചു കളഞ്ഞു. എന്ത് കോലാഹലമായിരുന്നു! അയാളെ കൊന്നില്ലെന്നേ ഉള്ളൂ. പൊതുഭൂമിയിൽ മസ്ജിദ് പണിതാലും കുരിശ് വെച്ചാലും ശൂലം വെച്ചാലും പൊളിച്ചു കളയണം. അതെ, കുരിശ് കൃഷിയാണെന്ന് വരെ വാർത്ത വന്നിട്ട് കുരിശ് കൃഷിക്ക് ബദലായി ശൂലം കൃഷി വരും, കുറച്ച് കഴിയുമ്പോൾ മസ്ജിദ് കൃഷി വരും. പക്ഷേ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് കേരളത്തിലെ ഞാൻ പറയട്ടെ, കേരളത്തിലെ പല തീർത്ഥാടന കേന്ദ്രങ്ങളും ശബരിമല രാജഭരണകാലത്ത് രാജാവ് ശബരിമലയ്ക്ക് കൊടുത്തതൊഴിച്ചാൽ കേരളത്തിലെ പല സമുദായങ്ങളുടെയും പല തീർത്ഥാടന കേന്ദ്രങ്ങളും നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയല്ലേ? എന്നിട്ട് സർക്കാർ കോലാഹലമേട്, എറണാകുളം ജില്ലയിലുള്ള ചില തീർത്ഥാടന കേന്ദ്രങ്ങൾ എല്ലായിടത്തും സർക്കാർ ഇടപെടുന്നില്ല. അവിടെ പോയി ഇപ്പം ഇടുക്കി ജില്ലയിൽ പോകും, വാഗമണ്ണെടുത്ത് പാഞ്ചാലിമേട്ടിൽ മലയുടെ മോള് വരെ കോൺക്രീറ്റിൽ കുരിശുണ്ടാക്കി സ്ഥാപിച്ചിരിക്കുക. അത് ഞങ്ങൾ കുരിശുമല കയറ്റം കീഴാണ്. കുരിശുമല കയറ്റം കയറട്ടെ, പക്ഷെ അതിന് പെർമനൻ്റ് സ്വഭാവത്തിൽ കോൺക്രീറ്റിൽ പൊതുസ്ഥലത്ത് സർക്കാർ ഭൂമിയിൽ കുരിശുകൾ ഉണ്ടാക്കി വെക്കണോ? അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടല്ലേ ഇപ്പുറത്ത് വേറൊരു മലയിൽ വന്നിട്ട് ഹിന്ദു ഞാനിതിനുപരെയൊക്കെ മതഭ്രാന്തന്മാർ എന്നാണ് പറയുന്നത്. ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? തീവ്ര ചിന്താഗതിക്കാരുള്ള ആളുകളോ അല്ലെങ്കിൽ ഇതിനോടുള്ള കലിപ്പ് തോന്നിയിട്ടുള്ള വിശ്വാസികൾ ഇപ്പുറത്ത് കൊണ്ട് ശൂലം വെക്കുന്നു. ഇത് ഏത് ഭൂമിയാണ് സാർ? പൊതുഭൂമിയല്ലേ? റവന്യൂ ഭൂമിയിൽ, ഫോറസ്റ്റ് ഭൂമിയിൽ അനധികൃതമായി നിങ്ങൾക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം. ഒരു മലയുടെ മുകളിൽ പോയി പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കണം, അതിന് തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ യേശുദേവൻ്റെ പീഡാനുഭവങ്ങളുടെ അനുസ്മരണം ഉയർത്തി മല കയറണം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ 10ഉം 15ഉം കോൺക്രീറ്റ് കുരിശുകൾ പൊതു ഇടത്തുണ്ടാക്കി വെക്കുക. എന്നിട്ട് വളരെ സങ്കടകരമായ വാർത്തയുണ്ടായി. ഇത് കാട്ടാന പറിക്കാതിരിക്കാൻ വേണ്ടി അറക്കവാളിൻ്റെ ബെൽറ്റ് അതിൽ ഫിറ്റ് ചെയ്തു. എന്നിട്ട് ആനയുടെ തുമ്പിക്ക് മുറിഞ്ഞു പോയി. ഒരു ആനയുടെ എത്ര യേശുദേവൻ പൊറുക്കും അവരോട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ ഒരു ക്രിസ്ത്യാനികളെ മാത്രം പറയല്ല, എല്ലാ മതക്കാരും കൂടുതൽ കുരിശാണ് പലയിടത്തും വന്നിട്ടുള്ളത്, പറയാതെ നിവൃത്തിയില്ല. അതിന് ബദലായിട്ട് ശൂലം വെക്കുന്നുണ്ട്. പാഞ്ചാലിമേട്ടിൽ തന്നെ ഈ പ്രശ്നമുണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് കോലാഹലമേടുന്നൊരു സ്ഥലമുണ്ട്, അവിടെ മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമാണ്. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മുടെ നാട്ടിലാണ് ഈ കാടും മലയും ഒക്കെ സ്വന്തമാക്കുന്ന പ്രവണത. അതും പറഞ്ഞുകൊണ്ട് UP-യിലോട്ട് വരണ്ട. പിന്നെ വഖഫ് എന്നുള്ള സാധനം മാഫിയ ബോർഡാണ്, ലാൻഡ് മാഫിയ ബോർഡാണെന്ന് ആര് പറഞ്ഞു? യോഗി പറഞ്ഞു. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി തുനിഞ്ഞിറങ്ങി മുന്നിൽ നിൽക്കുക. അപ്പം നോക്കൂ, രാജ്യത്തെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. പക്ഷേ ഒരു സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആ നിയമം ഫ്രീസറിലിരിക്കുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. എനിക്ക് തോന്നുന്നു യോഗി ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ തീർന്നു. പാർലമെന്റിൽ അമെൻമെന്റ് ഒന്നും വേണ്ട.
പാർലമെൻറ്റിൽ അമെൻമെൻ്റ് ഒന്നും വേണ്ട, യോഗിക്കറിയാം വക്കഫിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. വക്കഫ് നാട്ടുകാരുടെ ഭൂമി മുഴുവൻ അളക്കുമ്പോൾ എന്നാൽ നിൻ്റെ ഭൂമി ഞാനൊന്ന് അളക്കട്ടെ എന്ന് പറഞ്ഞതോടെ അവിടുത്തെ വക്കഫിൻ്റെ പണി ഏതാണ്ട് തീർന്നിരിക്കുക. ഏതായാലും സമ്പൽ ഒരു വലിയ പാഠമായി മാറുകയാണ്. എങ്ങനെ വക്കഫ് എന്ന് പറയുന്ന കിരാത നിയമത്തെ മറികടക്കാം എന്നതിൻ്റെ പ്രായോഗിക പാഠങ്ങളാണ് ഓരോ ദിവസവും യോഗി ഇന്ത്യയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റു മുഖ്യമന്ത്രിമാരിൽ എനിക്കൊന്ന് BJP മുഖ്യമന്ത്രിമാരെല്ലാം ഈ പാഠം ആവർത്തിക്കുമെന്ന് തോന്നും. പക്ഷേ കേരളത്തിലൊക്കെ വക്കഫ് എന്ന് പറയത്തേയില്ല. നമുക്ക് അവരുടെ വോട്ട് വേണമല്ലോ. ഒന്നും മിണ്ടത്തില്ല അല്ലേ? ഇനി അത് നമ്മൾ മുനമ്പത്തെ പാവപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളുടെ കൂടെയാണ് നമ്മൾ. പക്ഷേ അവരുടെ അച്ഛന്മാരും ബിഷപ്പുമാരും ഈ ജോഷി അച്ഛനെ പോലുള്ള ചില ആളുകൾ ഒഴിച്ചാൽ അവരൊക്കെയും ഇപ്പോഴും സർക്കാരിൻ്റെ കൂടെയാണ്. കോൺഗ്രസ് ഉണ്ടാക്കിയതല്ലേ? കോൺഗ്രസ് ഉണ്ടാക്കിയതിന് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ജനതയ്ക്കല്ല, അൽമായർക്കല്ല, അവരുടെ ചെലവിൽ ജീവിക്കുന്ന സുഖിമാന്മാരായ തമ്പുരാക്കന്മാർക്ക് തള്ളിപ്പറയാൻ പറ്റില്ലല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.